ഹായ്, ഹലോ. നമ്മളിന്നേ ഒരു കുർത്തി, അതായത് ഒരു വി നെക്ക് കുർത്തിയാണെന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് വേണ്ട അവർക്ക്. അപ്പോൾ സ്ലീവ്ലെസ് ആകുമ്പം ഷോൾഡറിൽ കുറച്ച് നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ബോൺ കണക്കാക്കിയിട്ടല്ലേ എടുക്കണത്. അതിന് ഒന്നും കുറച്ചുകൂടെ ഇറക്കം കൂടുതൽ വെക്കണം, അല്ലാണ്ട് ഇത്തിരി ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടിയിടണം. അങ്ങനെയാണ് ഇന്നത്തെ വീനക്ക് കുർത്തി തയ്ക്കാൻ പോണത്. അതിന് ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൽ കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒറിജിനൽ പീസിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വന്നിട്ട് ഷോൾഡർ 14 ഇഞ്ചാണ്, നമ്മളിത് 18 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. അപ്പോഴേ ശരിക്കും കൈ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ട് കുറച്ച് ഇറക്കം കിട്ടുള്ളൂ. പിന്നെ ആം ഫോൾ 17 ഇഞ്ച്, 17 ഇഞ്ചിൽ ലൈനിങ് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാണിത്. ഇതിൽ കൂടെ ലൂസൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ. ഇറക്കം 43 ഇഞ്ചാണ്, 43 ഇഞ്ച് ഇറക്കം വേണം. ചെസ്റ്റ് 37, ബ്രസ്റ്റ് 38, ഇടവണ്ണം 34, സ്ലിറ്റ് ഇറക്കം 24, സ്ലിറ്റിൻ്റെ വീതി. അങ്ങനെ അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. പിൻകഴുത്ത് നമ്മൾ ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ വീനെക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് വി ആണ്. 3.5 ഇഞ്ച് വീതിയിൽ വീനെക്ക് ഒരു 7 ഇഞ്ചിൽ കൊടുത്തിട്ട് അതിൻ്റെ നടു കണ്ടിട്ട് ഒരു 4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലൊരു വി. അപ്പോൾ അതൊരു വൈഡ് വി ആയിട്ട് കിട്ടും. വൈഡ് ഇനി വീനെക്കാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി മാറിയൊക്കെ നിൽക്കുമല്ലോ, അപ്പം അത് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പിന്നെ 1 ഇഞ്ച് കയറ്റി ഒരു മാർക്ക്. പക്ഷെ അപ്പോൾ ഈ സൈഡ് കണ്ടിട്ട് ഒരു നമ്മൾ കുർത്തിയൊക്കെ തയ്ച്ച് ഇട്ട് വരുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ ഒരു 3/4 ഇഞ്ച് ചരിച്ച് ഒരു കേർവായിട്ട് ചരിച്ചെടുക്കണം. അങ്ങനൊരു ലൈനും കൂടെ കൊടുത്ത് പിന്നെ എന്നിട്ടിനി 1 ഇഞ്ച് അതായത് ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചാണ്. ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ച് കൂടി ഇട്ട് എന്നിട്ട് ഇനി കറക്റ്റ് 42 ഇഞ്ചാണ് ഇറക്കാവുമ്പോൾ നമുക്ക് 40.5 ഇഞ്ച് അല്ലെങ്കിൽ 41 ഇഞ്ച് 1 ഇഞ്ച് കുറച്ച് എടുത്താൽ മതി ലൈനിങ്ങിൽ. അല്ലെങ്കിൽ ലൈനിങ് ഇറങ്ങി കിടക്കും. ഒറിജിനൽ പീസ് കറക്റ്റ് ഇത് അത്രയേ ഉള്ളൂ. 41 ഇഞ്ചിൽ ഒരു ലൈനിങ് എടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ടാണ് ഇവിടെ. ഇനി കറക്റ്റ് 8 ഇഞ്ച്, 16 ഇഞ്ചല്ലേ നമ്മൾ ഷോൾഡർ പറഞ്ഞത്. കറക്റ്റ് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിന് താഴ്ത്തിയും കൂടെ അടയാളപ്പെടുത്താം. അത് ലൈൻ നേരെ കിട്ടാനാണ് കേട്ടോ. ഇനി ചെസ്റ്റ് 37 ഇഞ്ചാണ്. 37ൻ്റെ 4 ഒരു 37ൻ്റെ 4 എന്ന് പറയുമ്പോൾ 9.25 ഇഞ്ച്. അതിൽ കൂടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാകുമ്പോൾ ഒരു 3/4 ഇഞ്ച് ലൂസ്. 3/4 ഇഞ്ചിന് ഇവിടെ ഞാൻ 1 ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട്.
അപ്പോൾ 10.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. 9.25 വന്നത്, 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 10.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂട്ട്. ഇനി 14 ഇഞ്ചിലാണ് ഇടവണ്ണം പറയണത്. ഇടവണ്ണം 14 ഇഞ്ചിൽ 34 34ൻ്റെ 4-1 ലൈനിങ് കറക്റ്റായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് വെച്ചിട്ട് വേണം ഒറിജിനൽ പീസ് 3/4 ഇഞ്ച് ഫോൾഡ് ഭാഗത്ത് നീക്കി മാർക്ക് ചെയ്ത് അത് ഫ്രണ്ടിൻ്റെ കൈക്കുള്ളിൽ കുഴിച്ച് വെട്ടുമല്ലോ, അതിനായിട്ട് 3/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇട്ടേക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഒരു 10.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു ടക്ക്, ഇതിനൊരു ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ പീസും കട്ട് ചെയ്തെടുക്കാം. ഒറിജിനൽ പീസ് 4 മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ മടക്കി അടിക്കാനും അല്ലെങ്കിൽ ലൈനിങ് താഴേക്കും കിടക്കും, മറ്റേ ഒറിജിനൽ പീസും മുകളിലേക്കും ഓരോന്നൊരു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹായ്, ഹലോ. നമ്മളിന്നേ ഒരു കുർത്തി, അതായത് ഒരു വി നെക്ക് കുർത്തിയാണെന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് വേണ്ട അവർക്ക്. അപ്പോൾ സ്ലീവ്ലെസ് ആകുമ്പം ഷോൾഡറിൽ കുറച്ച്, നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ബോൺ കണക്കാക്കിയിട്ടല്ലേ എടുക്കണത്. അതിന് കൊണ്ടും കുറച്ചുകൂടെ ഇറക്കം കൂടുതൽ വെക്കണം, അല്ലാണ്ട് ഇത്തിരി ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടിയിടണം. അങ്ങനെയാണ് ഇന്നത്തെ വീനക്ക് കുർത്തി തയ്ക്കാൻ പോണത്. അതിന് ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൽ കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒറിജിനൽ പീസിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വന്നിട്ട് ഷോൾഡർ 14 ഇഞ്ചാണ്, നമ്മളിത് 18 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. അപ്പോഴേ ശരിക്കും കൈ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ട് കുറച്ച് ഇറക്കം കിട്ടുള്ളൂ. പിന്നെ ആം ഫോൾ 17 ഇഞ്ച്, 17 ഇഞ്ചിൽ ലൈനിങ് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാണിത്. ഇതിൽ കൂടെ ലൂസൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ. ഇറക്കം 43 ഇഞ്ചാണ്, 43 ഇഞ്ച് ഇറക്കം വേണം. ചെസ്റ്റ് 37, ബ്രസ്റ്റ് 38, ഇടവണ്ണം 34, സ്ലിറ്റ് ഇറക്കം 24, സ്ലിറ്റിൻ്റെ വീതി. അങ്ങനെ അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. പിൻകഴുത്ത് നമ്മൾ ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ വീനക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് വി ആണ്. 3.5 ഇഞ്ച് വീതിയിൽ വീനക്ക് ഒരു 7 ഇഞ്ചിൽ കൊടുത്തിട്ട് അതിൻ്റെ നടു കണ്ടിട്ട് ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലൊരു വി. അപ്പോൾ ഇതൊരു വൈഡ് വി ആയിട്ട് കിട്ടും. വൈഡ് ഇനി വീനക്കാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി മാറിയൊക്കെ നിൽക്കുമല്ലോ, അപ്പം അത് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പിന്നെ 1
1 ഇഞ്ച് കയറ്റി ഒരു മാർക്ക്. പക്ഷെ അപ്പോൾ ഈ സൈഡ് കണ്ടിട്ട് ഒരു നമ്മൾ കുർത്തിയൊക്കെ തയ്ച്ച് ഇട്ട് വരുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ ഒരു 1/4 ഇഞ്ച് ചരിച്ച് ഒരു കേർവായിട്ട് ചരിച്ചെടുക്കണം. അങ്ങനൊരു ലൈനും കൂടെ കൊടുത്ത് പിന്നെ എന്നിട്ടിനി 1 ഇഞ്ച് അതായത് ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചാണ്. ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും കൂടി ഇട്ട് എന്നിട്ടിനി കറക്റ്റ് 42 ഇഞ്ചാണ് ഇറക്കാവുമ്പോൾ നമുക്ക് 40.5 ഇഞ്ച് അല്ലെങ്കിൽ 41 ഇഞ്ച് 1 ഇഞ്ച് കുറച്ച് എടുത്താൽ മതി ലൈനിങ്ങിൽ. അല്ലെങ്കിൽ ലൈനിങ് ഇറങ്ങി കിടക്കും. ഒറിജിനൽ പീസ് കറക്റ്റ് ഇത് അത്രയേ ഉള്ളൂ. 41 ഇഞ്ചിൽ ഒരു ലൈനിങ് എടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ടാണ് ഇവിടെ. ഇനി കറക്റ്റ് 8 ഇഞ്ച് 16 ഇഞ്ചല്ലേ നമ്മൾ ഷോൾഡർ പറഞ്ഞത്. കറക്റ്റ് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിൽ താഴത്തെയും കൂടെ അടയാളപ്പെടുത്താം. അത് ലൈൻ നേരെ കിട്ടാനാണ് കേട്ടോ. ഇനി ചെസ്റ്റ് 37 ഇഞ്ചാണ്. 37ന്റെ 4 ഒരു 37ന്റെ 4 എന്ന് പറയുമ്പോൾ 9.25 ഇഞ്ച്. അതിൽ കൂടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാകുമ്പോൾ ഒരു 3/4 ഇഞ്ച് ലൂസ്. 3/4 ഇഞ്ചിന് ഇവിടെ ഞാൻ 1 ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ 10.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. 9.25 വന്നത്. 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 10.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂട്ട്. ഇനി 14 ഇഞ്ചിലാണ് ഇടവണ്ണം പറയുന്നത്. ഇടവണ്ണം 14 ഇഞ്ചിൽ 34ന്റെ 4 ലൈനിങ് കറക്റ്റായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് വെച്ചിട്ട് വേണം ഒറിജിനൽ പീസ് 3/4 ഇഞ്ച് ഫോൾഡ് ഭാഗത്ത് നീക്കി മാർക്ക് ചെയ്ത് അത് ഫ്രണ്ടിൻ്റെ കൈക്കുള്ളി ഒന്ന് കുഴിച്ച് കിട്ടുമല്ലോ അതിനായിട്ട് 3/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇട്ടേക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഒരു 10.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു ടൈറ്റ് ഇടുന്നുണ്ട് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ മടക്കി അടിക്കാനും അല്ലെങ്കിൽ ലൈനിങ് താഴേക്കും കിടക്കും, മറ്റേ ഒറിജിനൽ പീസും മുകളിലേക്കും ഓരോന്നൊരു ഇതൊക്കെ ഇവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണ്ടല്ലോ. സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് സ്ലീവ് കട്ട് ചെയ്യണ്ട. അത്രയും തുണി ബാക്കി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്.
സീവ്ലെസ് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ കഴുത്തൊക്കെ പിടിപ്പിച്ച് ലൈനിങ് ഒക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഇതിനോട് കൂടി കൂട്ടണം. കണ്ട വൈഡ് വി. ഇനി ബാക്കൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഹലോ. നമ്മളിന്നേ ഒരു കുർത്തി, അതായത് ഒരു വി നെക്ക് കുർത്തിയാണെന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അത് സ്ലീവ്ലെസ് ആണ്, സ്ലീവ് വേണ്ട അവർക്ക്. അപ്പോൾ സ്ലീവ്ലെസ് ആകുമ്പം ഷോൾഡറിൽ കുറച്ച്, നമ്മൾ ഷോൾഡർ എടുക്കുമ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ ബോൺ കണക്കാക്കിയിട്ടല്ലേ എടുക്കണത്. അതിന് കൊണ്ടും കുറച്ചുകൂടെ ഇറക്കം കൂടുതൽ വെക്കണം, അല്ലാണ്ട് ഇത്തിരി ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് കൂട്ടിയിടണം. അങ്ങനെയാണ് ഇന്നത്തെ വീനക്ക് കുർത്തിന്ന് തയ്ക്കാൻ പോണത്. അതിന് ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൽ കട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒറിജിനൽ പീസിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വന്നിട്ട് ഷോൾഡർ 14 ഇഞ്ചാണ്, നമ്മളിത് 18 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. അപ്പോഴേ ശരിക്കും കൈ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തോട്ട് കുറച്ച് ഇറക്കം കിട്ടുള്ളൂ. പിന്നെ ആം ഫോൾ 17 ഇഞ്ച്, 17 ഇഞ്ചിൽ ലൈനിങ് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാണിത്. ഇതിൽ കൂടെ ലൂസൊക്കെ ചേർത്തിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ. ഇറക്കം 43 ഇഞ്ചാണ്, 43 ഇഞ്ച് ഇറക്കം വേണം. ചെസ്റ്റ് 37, ബ്രസ്റ്റ് 38, ഇടവണ്ണ 34, സ്ലിറ്റ് ഇറക്കം 24, സ്ലിറ്റിൻ്റെ വീതി. അങ്ങനെ അതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ്. പിൻകഴുത്ത് നമ്മൾ ഒരു 2 ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്യുന്നുള്ളൂ. ഈ വീനക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് വി ആണ്. 3.5 ഇഞ്ച് വീതിയിൽ വീനക്ക് ഒരു 7 ഇഞ്ചിൽ കൊടുത്തിട്ട് അതിൻ്റെ നടു കണ്ടിട്ട് ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലൊരു വി. അപ്പോൾ ഇതൊരു വൈഡ് വി ആയിട്ട് കിട്ടും. വൈഡ് ഇനി വീനക്കാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മെഷർമെൻറ്റ്സ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി മാറിയൊക്കെ നിൽക്കുമല്ലോ, അപ്പം അത് സ്ട്രെയിറ്റ് ആക്കാനായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ച് പിന്നെ 1 ഇഞ്ച് കയറ്റി ഒരു മാർക്ക്. പക്ഷെ അപ്പോൾ ഈ സൈഡ് കണ്ടിട്ട് ഒരു നമ്മൾ കുർത്തിയൊക്കെ തയ്ച്ച് ഇട്ട് വരുമ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ തൂങ്ങാതിരിക്കാൻ ഒരു 3/4 ഇഞ്ച് ചരിച്ച് ഒരു കേർവായിട്ട് ചരിച്ചെടുക്കണം. അങ്ങനൊരു ലൈനും കൂടെ കൊടുത്ത് പിന്നെ എന്നിട്ടിനി 1 ഇഞ്ച് അതായത് ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചാണ്. ലൈനിങ് മടക്കി അടിക്കാനുള്ള 1 ഇഞ്ചും കൂടി ഇട്ട് എന്നിട്ടിനി കറക്റ്റ് 42 ഇഞ്ചാണ് ഇറക്കാവുമ്പോൾ നമുക്ക് 40.5 ഇഞ്ച് അല്ലെങ്കിൽ 41 ഇഞ്ച് 1 ഇഞ്ച് കുറച്ച് എടുത്താൽ മതി ലൈനിങ്ങിൽ. അല്ലെങ്കിൽ ലൈനിങ് ഇറങ്ങി കിടക്കും. ഒറിജിനൽ പീസ് കറക്റ്റ് ഇത് അത്രയേ ഉള്ളൂ. 41 ഇഞ്ചിൽ ഒരു ലൈനിങ് എടുക്കുക. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ അടയാളപ്പെടുത്താനായിട്ടാണ് ഇവിടെ. ഇനി കറക്റ്റ് 8 ഇഞ്ച് 16 ഇഞ്ചല്ലേ നമ്മൾ ഷോൾഡർ പറഞ്ഞത്. കറക്റ്റ് 8 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിൽ താഴ്ത്തിയും കൂടെ അടയാളപ്പെടുത്താം. അത് ലൈൻ നേരെ കിട്ടാനാണ് കേട്ടോ.
ഇനി ചെസ്റ്റ് 37 ഇഞ്ചാണ്. 37ന്റെ 4 ഒരു 37ന്റെ 4 എന്ന് പറയുമ്പോൾ 9.25 ഇഞ്ച്. അതിൽ കൂടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള അളവുകളാകുമ്പോൾ ഒരു 3/4 ഇഞ്ച് ലൂസ്. 3/4 ഇഞ്ചിന് ഇവിടെ ഞാൻ 1 ഇഞ്ച് ലൂസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ 10.25 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. 9.25 വന്നത്. 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 10.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പൂട്ട്. ഇനി 14 ഇഞ്ചിലാണ് ഇടവണ്ണം പറയണത്. ഇടവണ്ണം 14 ഇഞ്ചിൽ 34ന്റെ 4 ലൈനിങ് കറക്റ്റായിട്ടൊക്കെ കട്ട് ചെയ്ത് ഇനി ഇത് വെച്ചിട്ട് വേണം ഒറിജിനൽ പീസ് 3/4 ഇഞ്ച് ഫോൾഡ് ഭാഗത്ത് നീക്കി മാർക്ക് ചെയ്ത് അത് ഫ്രണ്ടിൻ്റെ കൈക്കുള്ളി ഒന്ന് കുഴിച്ച് കിട്ടുമല്ലോ, അതിനായിട്ട് 3/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് അതിൻ്റെ ബാക്ക് പാർട്ടാണ് ഇട്ടേക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഒരു 10.5 ഇഞ്ച് ഇറക്കത്തിൽ ഒരു ടക്ക്, ഇതിന് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ബാക്ക് പാർട്ട് വെച്ചിട്ട് നമുക്ക് ഒറിജിനൽ പീസും കട്ട് ചെയ്തെടുക്കാം. ഒറിജിനൽ പീസ് 4 മടക്കിയിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ മടക്കി അടിക്കാനും അല്ലെങ്കിൽ ലൈനിങ് താഴേക്കും കിടക്കും, മറ്റേ ഒറിജിനൽ പീസും മുകളിലേക്കും. ഓരോന്നൊരു നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ കഴുത്തൊക്കെ പിടിപ്പിച്ച് ലൈനിങ് ഒക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഇതിനോട് കൂടി കൂട്ടണം. കണ്ട വൈഡ് വി. ഇനി ബാക്കൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക്. സീവ്ലെസ് ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ കഴുത്തൊക്കെ പിടിപ്പിച്ച് ലൈനിങ് ഒക്കെ ആയിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷൻ ഇതിനോട് കൂടി കൂട്ടണം. കണ്ട വൈഡ് വി. ഇനി ബാക്കൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാം.